പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അൽഹംദുലില്ലാ നിങ്ങൾ കവർ ചെയ്തത്. ദേവന്തി ഉലമാക്കളുടെ പങ്ക്, അതുപോലെ തന്നെ കേരളത്തിൽ അതിൻ്റെ സാഹചര്യം വിലയിരുത്തുന്ന ഒരു വിഷയമാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇതുപോലെ നമ്മൾ പഠന വിധേയമാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ശ്രദ്ധയിൽപ്പെടുത്താം. ഇപ്പോൾ റാഫി ഉസ്താദിനെ പോലുള്ളവർക്ക് ചരിത്രം കേട്ടാൽ അത് കുറേ കാലം ഓർമ്മ ഉണ്ടാകും. ഇതെല്ലാ കൊല്ലം ആദ്യം മുതൽ പിന്നെയും പഠിക്കണം. കാരണം നമുക്ക് ഇതിനോടുള്ള താല്പര്യക്കുറവ് കൊണ്ടാണ് ഈ പേരൊക്കെ മറന്നു വന്നത്. നമ്മൾ ശരിക്കും ഇത് നമ്മളുടെ രക്തത്തിൽ അലിഞ്ഞു ചേരുകയാണെങ്കിൽ ഒരു പ്രാവശ്യം നോക്കിയാൽ തന്നെ എല്ലാ കാലത്തും അത് ഓർമ്മ ഉണ്ടാകും. കുറേ പേര്, കുറേ സംഭവങ്ങൾ. അപ്പോൾ അത് ഒരു പ്രാവശ്യം വായിക്കും, കറക്റ്റ് ഒരു മാസം കഴിഞ്ഞ് മറന്നു. പിന്നെ അടുത്ത സ്വാതന്ത്ര്യ സമരം വരുമ്പോൾ ഒന്നും കൂടെ നോക്കും. എൻ്റെ അവസ്ഥ പറയട്ടോ. അപ്പോൾ ഈ ചരിത്രത്തിൽ ഒരുപാട് നമ്മൾ കേൾക്കുന്ന സംഭവങ്ങൾ എനിക്കൊന്ന് വളരെ കുറവായിരിക്കും. വളരെ കുറഞ്ഞ, എല്ലാവർക്കും അറിയാവുന്ന പ്രസിദ്ധമായ സംഭവങ്ങൾ മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അതല്ലാതെ അതിനെ വിശകലനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. അതിന് മറ്റ് സംഭവങ്ങളുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ആഴവും വ്യാപ്തിയും നമുക്ക് മനസ്സിലാകാം. നമുക്കറിയാം, ബ്രിട്ടീഷുകാർ ഇവിടെ വന്നത് 2 ലക്ഷ്യങ്ങളിലാണ്. ഒന്ന് നാട് പിടിക്കുക എന്നുള്ളതും, രണ്ടാമത്തേത് ഇവിടെ മിഷണറി പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള അജണ്ടയാണ്. കച്ചവടം ഉണ്ട് ഒന്നാമതായിട്ട്. കച്ചവടം, രാഷ്ട്രീയം, മതപരമായ താല്പര്യങ്ങൾ. അപ്പോൾ കച്ചവടത്തിന് നേരത്തെ ഇവിടെ അറബികൾ വരാറുണ്ട്. അറബികൾ വരുന്നു, കച്ചവടം ചെയ്തു പോകുന്നു. നമുക്കറിയാം, കേരളത്തിൽ ഇസ്ലാം പ്രചരിച്ച സാഹചര്യം നോക്കിയാൽ ഉത്തരേന്ത്യയിലുള്ളതുപോലെയല്ല. കേരളത്തിൽ വന്നത് കച്ചവടക്കാരാണ്. ഒഫീഷ്യലായിട്ട് അവിടുന്ന് അയക്കുന്ന നമ്മൾ ഈ സൈന്യം അല്ലെങ്കിൽ നഫർ, പിന്നെ ശരിയ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ ഒരു സംഘമല്ല കേരളത്തിലൊന്ന്. കേരളത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവർ കച്ചവടം ചെയ്യുന്ന കൂട്ടത്തിൽ അവരുടെ മതനിഷ്ഠ പാലിക്കുന്നു, നല്ല മുസ്ലിമീങ്ങളായിട്ട് ജീവിച്ച് മാതൃക കാണിക്കുന്നു. അതിനോടൊപ്പം വ്യക്തിപരമായ രീതിയിൽ ഇസ്ലാമിലേക്ക് പ്രബോധനം ചെയ്യുകയും ദീനീ പ്രവർത്തനങ്ങളിലൂടെ നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു സൈനിക നടപടിയല്ല. അതുപോലെ തന്നെ ഇവിടെയുള്ള ഭരണമാറ്റം അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ഭരണമാറ്റത്തിന് ശ്രമിച്ചിട്ടില്ല. ഇതൊക്കെ കൂടെ തന്നെ ഇവിടെ ജാതീയമായിട്ടുള്ള വേർതിരിവുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവർ ഈ മുസ്ലിമീങ്ങളെ ഉന്നതരായിട്ടും നല്ല രീതിയിൽ ജീവിക്കുന്നവരായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ കച്ചവടത്തിന് വേണ്ടി വന്നു, ആ കൂട്ടത്തിൽ പ്രബോധനം ചെയ്തു, അവർ നല്ല മുസ്ലിമീങ്ങളായി ജീവിച്ച് മാതൃക കാണിച്ചു. ഇവിടുത്തെ സമൂഹത്തിൽ പല മൂല്യച്യുതികളും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇസ്ലാമിൽ ആകൃഷ്ടരായി. ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് ആ കച്ചവടക്കാരുടെ വരവ് കാരണമായി. എന്നാൽ ഉത്തരേന്ത്യയിൽ നമ്മൾ നോക്കുമ്പോൾ, ഉത്തരേന്ത്യയിൽ ഖാസിം ഇബ്നു മുഹമ്മദ് സഖഫി വന്നത് ഒരു സൈനിക നടപടിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. ഇവിടെയുള്ള നാട്ടുരാജാക്കന്മാർ തമ്മിൽ അടിയുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, പല സ്ഥലങ്ങളിലും അനീതിക്ക് ഇരയായ ആളുകൾ മുസ്ലിമീങ്ങളുടെ സൈന്യങ്ങളെ സ്വാഗതം ചെയ്യുക ചെയ്തിട്ടുള്ളത്. അവർ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ചേരുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ 17 വയസ്സുള്ള മുഹമ്മദ് ബിൻ ഖാസിം സഖഫി ഇന്ന് ഗുജറാത്തിലെ പല ഭാഗങ്ങൾ, അല്ലെങ്കിൽ പാകിസ്ഥാനോട് ചേർന്നുള്ള ഭാഗങ്ങളിലേക്ക് വന്നു. അവർ ഇവിടെ പോരാട്ടം നടത്തി. ഇവിടെയുള്ള പല നാട്ടുരാജാക്കന്മാരും അവർക്ക് അനുകൂലമായിരുന്നു. അപ്പം യുദ്ധത്തിലൂടെ അല്ലെങ്കിൽ ഒരു പ്രബോധനത്തിലൂടെ പിടിച്ചെടുത്ത സ്ഥലങ്ങളും, എന്ന് മാത്രമല്ല അവിടുത്തെ പല പ്രദേശങ്ങളിലെയും ഭരണം ഇസ്ലാമിക ഭരണമായി മാറുകയും ചെയ്തു. ഖാസിം ബിൻ മുഹമ്മദ് സഖഫിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അമവികളിൽ ഭരണമാറ്റം വന്നു. ഹജ്ജാജും അതുപോലെ തന്നെ ഹജ്ജാജിൻ്റെ എതിരാളികളൊക്കെ തമ്മിലൊരു ഭരണമാറ്റം. അന്ന് ഖാസിം ബിൻ മുഹമ്മദ് സഖഫിക്കെതിരെ ഒരു സ്ത്രീ വ്യാജ പരാതി കൊടുക്കുകയാണ്, എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അതിൽ മുസ്ലിമീങ്ങൾ അന്നത്തെ മുസ്ലിമീങ്ങൾ ഖാസിം സഖഫിക്കെതിരെ നടപടി സ്വീകരിക്കുകയും അദ്ദേഹത്തിന് ശിക്ഷ നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് ആ സ്ത്രീ പറയുന്നത്, ഞാനത് വെറുതെ പറഞ്ഞെന്നുള്ള കാര്യം. അപ്പം പറഞ്ഞു വരുന്നത്, ഇവിടെ കേരളത്തിലേക്ക് ഇസ്ലാം കച്ചവടക്കാരിലൂടെ, പ്രബോധകരിലൂടെ വന്നു. കച്ചവടക്കാരുടെ വരവ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് മാർപ്പാപ്പമാരുടെ ചാക്രിക ലേഖനങ്ങൾ എന്ന് പറയുന്നൊരു സംഗതി. നമ്മൾ ഫത്വ, അതുപോലെ തന്നെ ഫത്വനേക്കാൾ അപ്പുറത്ത് എന്താ പറയുക, പ്രമേയങ്ങൾ എന്നൊക്കെ പറയുമല്ലോ, ഇതേപോലെ മാർപ്പാപ്പമാരുടെ ചാക്രിക ലേഖനങ്ങളുണ്ട്. ഇപ്പോൾ സ്പെയിൻ പോർച്ചുഗൽ തമ്മിൽ യൂറോപ്പിൽ ചെറിയ അധികാര തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സ്പെയിനും പോർച്ചുഗലും തമ്മിൽ. ഇത് 15-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന സംഗതിയാണ്. ഈ മാർപ്പാപ്പ ഇതിലിടപെട്ടു.
സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ള വിഷയത്തിൽ. എന്നിട്ട് അവരോട് പറഞ്ഞു, പോർച്ചുഗലുകാരോട് കിഴക്ക് ഭാഗത്തേക്ക് പോകാനും സ്പെയിൻകാരോട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകാനും ഒരു നിർദ്ദേശം നൽകി. അതിൽ ആ കൊടുത്ത മാർപ്പാപ്പന്മാരുടെ ലേഖനങ്ങളിൽ കാണാം, നിങ്ങൾ പോയിക്കോളൂ, കൊന്നോളൂ, കൊള്ളയടിച്ചോളൂ, അതുപോലെ തന്നെ അക്രമം, അഴിഞ്ഞാട്ടം, കൊല, ജനങ്ങളെ അടിമകളാക്കി വെക്കുക, പിന്നെ ക്രിസ്ത്യാനിസം പ്രചരിപ്പിക്കുക തുടങ്ങി ഒരു തുറന്ന ലൈസൻസ്. ഇവരെ കണ്ടിരുന്നത് ലോകത്തെ ഏറ്റവും ഉയർന്ന വർഗമായിട്ടാണ്. ബാക്കിയുള്ള ജനങ്ങളെ കണ്ടിരുന്നത് അവരുടെ അടിമകളായിട്ടാണ്. അപ്പോൾ ഒരു ലൈസൻസും ഇല്ല, ഒരു നിയമവും ഇല്ല, നിഷ്ഠയില്ല. തുറന്ന ലൈസൻസാണ് പോർച്ചുഗലുകാരോട് കിഴക്ക് ഭാഗത്തേക്ക് വരാനും സ്പെയിൻകാരോട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകാനും. അതിൻ്റെ ഭാഗമായിട്ടാണ് വാസ്കോഡ ഗാമ 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ 1498 കാപ്പാട് വരുന്നത്. ഇന്ന് ആ യാത്രയെ ചിത്രീകരിക്കുന്നത് വ്ളോഗർമാർ വന്നതുപോലെ, ഇവിടെ കേരളത്തെ പറ്റി കണ്ട് കുരുമുളകിനെ പറ്റി വ്ളോഗ് ചെയ്യാൻ വന്നതുപോലെയൊക്കെയാണ് ഇപ്പോൾ ചിത്രീകരിക്കുന്നത്. അതേപോലെ അവർ അമേരിക്ക കണ്ടുപിടിച്ചു, അറിയാത്തൊരു രാജ്യം പോയി കണ്ടുപിടിച്ചതുപോലെ വലിയ ദാർശനികരായിട്ടും മഹാന്മാരായിട്ടൊക്കെ, അതായത് ഗോവയിലൊരു പ്രസിദ്ധമായ സ്ഥലമുണ്ട് ഫ്രാൻസിസ്. അവിടേക്ക് ഇന്ന് ടൂറിസ്റ്റ് സ്ഥലമായിട്ടാണ് കാണുന്നത്. അതായത് ഇന്ത്യക്കാരെ കൊന്ന് കൊള്ളയടിച്ച ആളുകളെ കാണാൻ വേണ്ടി പോവാണ്. എത്രത്തോളം ക്രൂരന്മാരായിരുന്നു എന്ന് വെച്ചാൽ, ഹാജിമാരുടെ ഒരു സംഘം കടലിൽ വെച്ച് ഇവരെ കണ്ടുമുട്ടി. വന്നവർ പറഞ്ഞു, ഞങ്ങൾ കീഴ്പ്പെടാം, ഞങ്ങളുടെ എല്ലാ സ്വർണങ്ങളും എല്ലാ വിലപിടിപ്പുള്ള സാധനങ്ങളും നിങ്ങൾക്ക് തരാം, ഞങ്ങൾ വെറുതെ വിടണം എന്ന് പറഞ്ഞിട്ട് പോലും ആ കപ്പലിൽ കൊള്ളയടിക്കുകയും അവരെ മുഴുവൻ കൊന്നു തള്ളുകയും ചെയ്തവരാണ് ഈ വാസ്കോഡ ഗാമ. ഇന്നിപ്പോൾ നമ്മൾ ഹറമൊക്കെ കാണാൻ പോകുന്ന പാക്കേജിന് ചിലപ്പോൾ ഗാമ ഹോളിഡേയ്സ് എന്നൊക്കെ പേര് വെക്കുന്നതാണ്. വാസ്കോഡ ഗാമൻ്റെ പേരിൽ ഹജ്ജ്, ഉംറ, അതുപോലെ തന്നെ പുണ്യസ്ഥലങ്ങളുടെ സന്ദർശനം. ഞാൻ ആ പേര് വെച്ച ആൾക്കത് അറിയില്ലായിരിക്കാം. അങ്ങനെയുള്ള ഒരുപാട് പാക്കേജുകളും ട്രാവൽസും പദ്ധതികളും ഹോട്ടലും, ഗാമ കിച്ചൺ, ഗാമ റെസ്റ്റോറൻറ്റ്, പലതും കാണാം. ഈ വാസ്കോഡ ഗാമ എന്തിനാണ് വന്നതെന്ന് പോലും വന്ന നാട്ടിലുള്ള നമ്മൾക്കറിയില്ല എന്നുള്ള ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ സംഭവത്തിൻ്റെ ചില തുമ്പും മൂലയും മാത്രമേ കേൾക്കുന്നുള്ളൂ. ഈ വാസ്കോഡ ഗാമയുടെ വരവ് ഒരു ഫത്വൻ്റെ ഭാഗമായിട്ട് വന്നതാണ്, മാർപ്പാപ്പന്മാരുടെ ചാക്രിക ലേഖനങ്ങളുടെ ഭാഗമായിട്ട് വന്നതാണ്. 2-3 സംഗതികൾ. അതിലൊന്ന് കച്ചവടമാണ്, 2 ഈ പറയുന്ന അധിനിവേശമാണ്, 3-ാമത്തേത് മതപരിവർത്തനമാണ്. അപ്പോൾ പോർച്ചുഗീസുകാർ വന്നു, ഇതേപോലെ ഫ്രഞ്ചുകാർ, ബ്രിട്ടീഷുകാർ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് അവർ അധിനിവേശം നടത്തിയിട്ടുണ്ട്. അതിൽ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ അധിനിവേശം നടത്തിയത്. ഈ ബ്രിട്ടീഷുകാർ അധിനിവേശം നടത്തിയെന്ന് പറയുമ്പം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഈ പറയുന്ന ഫ്രഞ്ചും പോർച്ചുഗീസും ഒക്കെ ഉണ്ട്. നമ്മളിപ്പം കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് കുറേ ഭാഗങ്ങളെ മാറ്റി നിർത്തിയത് കാണാം. കേരളത്തിൽ മാഹി, തമിഴ്നാട് പോണ്ടിച്ചേരി, ആന്ധ്രാപ്രദേശിലെ കരൈക്കാൽ, യാനം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ സ്ഥലങ്ങൾ, പിന്നെ ദാമൻ ദിയു, ഗോവ, അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ വേറെ. ഇവിടുത്തെയൊക്കെ ചരിത്രം പരിശോധിക്കുമ്പം ഇതിൽ പല പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരെല്ലാം അധിനിവേശം നടത്തിയത്. ചില സ്ഥലത്ത് പോർച്ചുഗീസുകാരായിരിക്കും, ചില സ്ഥലത്ത് ഫ്രഞ്ചുകാരായിരിക്കും. അപ്പോൾ ഇവരും ചില ഭാഗങ്ങളിലുണ്ട്, പിന്നെ ഇവിടെ മുഴുവനായിട്ട് ബ്രിട്ടീഷുകാരുണ്ട്. അപ്പോൾ അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അന്ന് കമ്പനികൾക്ക് സൈന്യങ്ങളും പട്ടാളമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്, കച്ചവട സംഘമാണ്, എന്നാൽ അവർക്കൊരു സൈന്യവും പട്ടാളമൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് അധിനിവേശം നടത്തി. കൂട്ടത്തിൽ മിഷണറിമാരെ ഇറക്കി. ഈ മിഷണറിമാർ മാർപ്പാപ്പന്മാർക്ക് തിരിച്ചയച്ച കത്തുകളുണ്ട്. അവർ പറഞ്ഞു, ഇന്ത്യയിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല, അവർ ഞങ്ങളെ വിദേശികളായിട്ട് കാണുന്നു, അവരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ തിരിച്ച് ഇവർക്ക് അയച്ച മറുപടികളുണ്ട്. നിങ്ങൾക്ക് ഫണ്ട് തീർന്നെങ്കിൽ പറയണം, ഇനിയും പൈസ അയച്ചു തരാം. നിങ്ങൾ അവരിലേക്ക് അവരുടെ വേഷത്തിൽ, അവരുടെ ഭാഷയിൽ നിങ്ങൾ കയറി ചെല്ലണം, അപ്പോഴാണ് സ്വാധീനം ചെലുത്താൻ പറ്റുക. അപ്പം അങ്ങനെ ഒരു ഫത്വയും നിർദ്ദേശം ഉള്ളതിൻ്റെ ഭാഗമായിരിക്കാം നമ്മുടെ മഞ്ചേരിയിൽ മർക്കസുൽ ബിഷാറ വന്നത്. കേട്ടവർക്ക് തെബിലീൻ്റെ മർക്കസാണ് മർക്കസുൽ ബിഷാറ. എന്താണ് പേര്? അറബി പേരല്ല, മർക്കസുൽ ബിഷാറ. എന്താ പ്രചരിപ്പിക്കുന്നത്? ക്രിസ്ത്യാനിസം. എവിടെ പ്രവർത്തിച്ചത്? മഞ്ചേരിയിൽ. എത്ര കാലം അവർ പ്രവർത്തിച്ചു? അപ്പോൾ ഇവിടെ മർക്കസുൽ ബിഷാറ എന്ന പേര് മഞ്ചേരിയിൽ തിരഞ്ഞെടുക്കാൻ കാരണം സെൻറ്റ് ഫ്രാൻസിസ് മിഷണറി എന്നൊക്കെ ഇട്ടാൽ ആൾ വരാത്തതുകൊണ്ടായിരിക്കാം. പെട്ടെന്നൊരു പേരിട്ട് ആരെങ്കിലും ഒരു ലഘുലേഖ വാങ്ങാനും നല്ലതല്ലേ. അപ്പം ഇതുപോലും മാർപ്പാപ്പന്മാരുടെ ഡോക്ട്രീൻസിൽ, അവരുടെ ചാക്രിക ലേഖനങ്ങളിലുണ്ട്. ഇന്ത്യയിൽ നിങ്ങൾ പ്രബോധനം നടത്തുന്ന സമയത്ത് അവരുടെ വേഷത്തിൽ, അവരുടെ പേരിൽ, അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം, ഫണ്ടിന് ആവശ്യമുണ്ടെങ്കിൽ പറയണം, അയച്ചു തരാം എന്ന് ഇവർക്ക് തുറന്ന ലൈസൻസും സപ്പോർട്ടും മാർപ്പാപ്പന്മാരുടെ ഭാഗത്തുനിന്നുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു മാർപ്പാപ്പ വ്യക്തിപരമായിട്ട് ഫലസ്തീൻ യുദ്ധത്തിനെതിരാണെന്ന് പറയുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആത്മാർത്ഥതയായിരിക്കാം. അതിനെ ഓർക്കുമ്പം തന്നെ
ഈ പറയുന്ന പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കക്കാർ ഈ മാർപ്പാപ്പമാരുടെ ലേഖനങ്ങളാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ആരും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, പറയുന്നവരോട് ദേഷ്യപ്പെട്ടാലും ഇല്ലെങ്കിലും വളരെ വ്യക്തമായിട്ട് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്പാനിഷ്, പോർച്ചുഗീസ് സംഘങ്ങളൊക്കെ ലോകത്ത് അധിനിവേശത്തിന് വേണ്ടി ഇറങ്ങിയത്. അപ്പം അന്ന് അധിനിവേശം തുടങ്ങി, അന്ന് തന്നെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളും തുടങ്ങി. അതിൽ കേരളക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് പൊന്നാനിയിലുള്ള മദ്രസയും അവിടെ നടന്ന പോരാട്ട പ്രവർത്തനങ്ങളും. അവർ മതപരിവർത്തനത്തിനാണ് വന്നത്, അവർ കച്ചവടമല്ല കൊള്ളയാണ്. അതുപോലെ തന്നെ അവർ അധിനിവേശത്തിനാണ് വന്നത്. ഇതിനെല്ലാം നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ നേരിട്ടു. അതിൽ പൊന്നാനി നമ്മൾ വളരെ മഹത്വത്തോടെ മനസ്സിലാക്കേണ്ട സംഗതിയും പൊന്നാനി മോഡൽ നമ്മൾ പ്രവർത്തനത്തിൽ നടപ്പിലാക്കുകയും ചെയ്യണം. ഒരു പണ്ഡിതൻ പഠിക്കുകയാണ്, പൊന്നാനിയിൽ പഠിച്ചു, പിന്നെ കോഴിക്കോട് പഠിച്ചു, ശേഷം മക്കയിൽ പോയി, അവിടുന്ന് ഈജിപ്തിൽ പോയി, തിരിച്ചു വന്നൊരു പള്ളി സ്ഥാപിക്കുകയാണ്. അപ്പോൾ എപ്പോഴും നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു പള്ളി വേണം, മസ്ജിദ് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കണം. അപ്പോൾ അദ്ദേഹം പൊന്നാനിയിൽ പള്ളി സ്ഥാപിച്ചു, അവിടെ ദർസ് തുടങ്ങി. വ്യവസ്ഥാപിതമായിട്ട് പഠിക്കുന്ന മുത്താലിമീങ്ങൾക്കും അതുപോലെ പാർട്ട് ടൈമായിട്ട് പഠിക്കുന്ന നാട്ടുകാർക്കുള്ള ദർസ് തുടങ്ങി. പ്രധാന വിഷയങ്ങൾ അഖീദയും, പ്രധാന വിഷയങ്ങൾ ഫിഖുഹും തസവൂഫുമായിരുന്നു. പ്രധാന വിഷയങ്ങൾ. ഒരു ഭാഗത്ത് ദർസ് പഠിക്കുന്നുണ്ട്, ഫിഖഹിലൂടെ ഒരു ശരീഅത്തിൻ്റെ ബാഹ്യമായ കാര്യങ്ങൾ പഠിക്കുന്നു. തസവുഫിലൂടെ അവർക്ക് ദീനിയായ ആത്മാവ് ഉണ്ടാകണം, അമലും മറ്റു കാര്യങ്ങളും ഈമാനികമായ ഉണർവും. ഈ സമയത്ത് പോർച്ചുഗീസുകാർ വരുമ്പം ഇവരാദ്യമായിട്ട് നേരിട്ടത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അനുയായികളാണ്. അപ്പം അതിനെപ്പറ്റി വായിക്കാൻ നിങ്ങൾക്ക് അറബി കവിതാ രൂപത്തിലുള്ള കിതാബുകളുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ എഴുതപ്പെട്ട, ഇന്ന് നല്ല രീതിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. ഇപ്പം ദാറുൽ ഫത്തഹ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തുഹ്ഫത്തുൽ മുജാഹിദീൻ, അവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. തുഹ്ഫത്തുൽ മുജാഹിദീൻ ബിബഅദി അഖ്ബാരിൽ ബുർത്തുഗാലിയീൻ, 10 അധ്യായങ്ങളിലായിട്ടാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ ഉള്ളത്. അതിൽ ഒന്നാമത്തെ അധ്യായം ഫലായിലുൽ ജിഹാദാണ്, ജിഹാദിൻ്റെ ഫലായിലുകൾ. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പോരാട്ടത്തിൽ ഏർപ്പെട്ടാലുള്ള, ഇന്ന് പലപ്പോഴും പലരും ജമാഅത്തിൽ പോകുന്നതിന് പറഞ്ഞ് പ്രതിഫലക്കണല്ലേ, 7 ലക്ഷം കിട്ടും, അതുപോലെ തന്നെ ഹജറുൽ അസ്വദിൻ്റെ അടുത്തൊരു 70 കൊല്ലം നിന്നതുപോലെയാണെന്നൊക്കെ പറയുന്ന ജിഹാദിൻ്റെ ഫലായിലായിട്ട് വന്നിരിക്കുന്ന ആയത്തുകളും ഹദീസുകളും അതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിലുണ്ട്. പിന്നെ രണ്ടാമത്തെ അധ്യായത്തിൽ ബഅ്ലു ആദാതി അഹ്ലി മലൈബാർ അൽ ഗരീബ എന്ന് പറയുന്നൊരു അധ്യായമാണ്. കേരളത്തിലെ ചില വിചിത്ര ആചാരങ്ങൾ. അപ്പോൾ ആ വിചിത്ര ആചാരങ്ങൾ വിവരിക്കാൻ കാരണം അത് അദ്ദേഹത്തിൻ്റെ വിഷയം. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മുസ്ലിമീങ്ങളുടെ ഇവിടുത്തെ സാന്നിധ്യം, അതിൻ്റെ പ്രസക്തി പറയാണ്. എന്തൊക്കെ അനാചാരങ്ങളാണ് ഇവിടെ നാട്ടിലുള്ളത്, എന്തുകൊണ്ട് ജനങ്ങൾ ഇസ്ലാമിനെ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു എന്നുള്ളത് പറയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ നിന്ന് മാറിയിട്ട് രണ്ടാമത്തെ അധ്യായം കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ഇവിടുത്തെ ജാതികളെ പറ്റിയും നായന്മാരുടെ കല്യാണ സമ്പ്രദായങ്ങളെപ്പറ്റി, അതുപോലെ ബ്രാഹ്മണന്മാർ അവരിൽ 3 ആളൊഴിച്ച് ബാക്കിയുള്ളവരൊന്നും വിവാഹം ചെയ്യാത്തതിനെപ്പറ്റി, നായന്മാരുടെ സംബന്ധങ്ങളെപ്പറ്റി, പിന്നെ കൂട്ടത്തിൽ അവരുടെ നല്ല വശങ്ങളും, നേതാവിന് വേണ്ടി മരണം വരെ പോരാടാൻ താല്പര്യം കാണിക്കുന്ന ഹിന്ദുക്കളെപ്പറ്റി, അതുപോലെ സാമൂതിരി രാജാവിനെ പറ്റി. ഇതാണ് മലബാർ കലാപത്തെ പറ്റി ഇവിടെ നിന്ന് ചർച്ച ചെയ്തു. മലബാർ കലാപത്തൊക്കെ ഇന്ന് ഒരു വർഗീയമായിട്ട് ചിത്രീകരിക്കാനുള്ള ശ്രമമുണ്ട്. എന്നാൽ ഹിന്ദു മുസ്ലിം കലാപമാണ്, അന്ന് മലപ്പുറത്തുള്ള മുസ്ലിമീങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ നടത്തിയ സമരമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നത്. അതിന് ഒറ്റ വാക്കിലുള്ള മറുപടി എന്ന് വെച്ചാൽ തുഹ്ഫത്തുൽ മുജാഹിദീനാണ്. തുഹ്ഫത്തുൽ മുജാഹിദീനിലെ സാമൂതിരിയോടൊപ്പം നിന്ന് പോർച്ചുഗീസുകാരെ നേരിടണം എന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഒരു ഹിന്ദു മുസ്ലിം കലാപമാണെങ്കിൽ സാമൂതിരിക്കെതിരെയല്ല ആദ്യം കലാപം നടത്തേണ്ടത്. അദ്ദേഹം നല്ല മനുഷ്യനാണ്, നീതിയുടെ കൂടെ നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന് പോർച്ചുഗീസുകാരോട് ഏറ്റുമുട്ടണം എന്ന് പറയുമ്പോൾ മലബാറിലെ മുസ്ലിമീങ്ങൾ എന്ത് സമരമാണ് നടത്തിയെന്നുള്ളത് വളരെ ക്ലിയറാണ്. കാരണം നിങ്ങൾ മലബാർ കലാപത്തെ പറ്റി എന്ത് പറഞ്ഞാലും, മലബാർ പോരാട്ടങ്ങളെ പറ്റി എന്ത് പറഞ്ഞാലും, ഇന്നത്തെ നമ്മളെ മുസ്ലിമീങ്ങൾക്കുള്ളിൽ ഷിയാക്കളുണ്ട്. അവർ എപ്പോഴും ചരിത്രത്തിൻ്റെ അവരുടെ ഒരു നെറേറ്റീവ് ഉണ്ടാകും, അവരുടെ ഒരു ചരിത്രം ഉണ്ടാകും. ഇതേപോലെ സംഘ് പരിവാർ പുതിയൊരു ചരിത്രം ഉണ്ടാക്കും, അവരുടെ നെറേറ്റീവ്. ഇന്നലെ പ്രസംഗിച്ചല്ലോ, RSS സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുണ്ടെന്നും, അതുപോലെ തന്നെ പ്രധാനമന്ത്രി ചെങ്കോട്ടിൽ പ്രസംഗിക്കുകയാണ്. അതൊരാളൊരു പ്രസംഗത്തിൽ വെറുതെ തട്ടിവിടുന്നതല്ല, അതിന് കണക്കായിട്ട് അവർ ഒരു നെറ്റ്വർക്ക് തന്നെ ഉണ്ടാക്കി വെക്കും. നിങ്ങൾ ആ സംഭവത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് അയച്ചെടുത്ത് പരിശോധിക്കേണ്ടി വരും, അതിനെ വിശദീകരിക്കേണ്ടി വരും. അപ്പോൾ മലബാർ കലാപത്തിൽ ഏതെങ്കിലും സംഭവങ്ങളിൽ എവിടെയെങ്കിലും ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെ ബ്രിട്ടീഷുകാരുടെ ഒറ്റുകാരനായതിൻ്റെ പേരിലോ സമരത്തിൽ സഹകരിക്കാത്തതിൻ്റെ പേരിലോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗം എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ അലിയാർ ഉസ്താദിൻ്റെ മുമ്പിൽ VHP നേതാവ് ബാബു ചെയ്ത പോലെ കവിത പകുതി കട്ടിട്ടൊക്കെ
ഇതൊരു ഹിന്ദു മുസ്ലിം കലാപമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിനൊറ്റ വാക്കിലുള്ള മറുപടി സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തുഹ്ഫത്തുൽ മുജാഹിദീനാണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതിയത് സാമൂതിരി രാജാവിനെതിരെ പോരാടാനല്ല, മറിച്ച് സാമൂതിരി രാജാവിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പോർച്ചുഗീസുകാരെ നേരിടാനാണ് അദ്ദേഹം അപ്പം അതിൻ്റെ ബാക്കിയാണല്ലോ വെളിയങ്കോട് ഉമർ ഖാദി ആണെങ്കിലും ഇനി ആലി മുസ്ലിയാരാണെങ്കിലും മലബാർ സമരമാണെങ്കിലും പൊന്നാനിൻ്റെ ബാക്കിയാണല്ലോ. അപ്പം എന്തിനെ തുടങ്ങി, എന്തിനെ സമരം ചെയ്തു എന്നുള്ളത് വളരെ കൃത്യമാണ്. അനീതിക്കെതിരെയാണ്, അധിനിവേശത്തിനെതിരെയാണ്. അതിൽ അദ്ദേഹം ഓരോ സംഭവങ്ങളും വിവരിക്കുന്നുണ്ട്, ഏത് വഴിക്ക് വന്നെന്നും ആരൊക്കെ നേരിട്ടെന്നും വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് പോർച്ചുഗീസ് മുതൽ തുടങ്ങിയതാണ്. അന്ന് മുതൽ തന്നെ ഇതിനെതിരെയുള്ള സമരങ്ങളും പോരാട്ടങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ അധ്യായം തന്നെ ഫളായിലുൽ ജിഹാദാണ്, അതുമായി ബന്ധപ്പെട്ട ആയത്തുകളും ഹദീസുകളുമാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ദീനിൻ്റെ പ്രേരണ കൊണ്ടാണ്, ഇസ്ലാമിൽ അനീതിക്കെതിരെ പോരാടാനുള്ള പ്രേരണ കൊണ്ടാണ് മുസ്ലിമീങ്ങൾ പോരാടിയത് എന്ന കാര്യം അവിടെ വളരെ ക്ലിയറാണ്. ഇനി ബ്രിട്ടീഷുകാർ നോർത്ത് ഇന്ത്യയിലും ഇന്ത്യൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും പ്രവർത്തിച്ചതും ഇതേ രീതിയിലാണ്. കൃത്യമായ മിഷണറി പ്രവർത്തനം ഒരു ഭാഗത്ത്, അതിനെയും നമ്മുടെ പണ്ഡിതന്മാരെ നേരിട്ടു. മീസാനുൽ ഹഖ് എന്ന പേരൊരു കിതാബ് ഉണ്ടായിരുന്നു. അപ്പം പേര് കേട്ട മീസാനുൽ ഹഖ് എന്നിട്ട് നമ്മൾ പെട്ടെന്ന് വാങ്ങിച്ചു ലൈബ്രറിയിൽ നിന്ന് ഒരെണ്ണം മദ്രസയിലേക്ക് അയച്ചു തരാൻ പറയും. നല്ല പേരാണ് മീസാനുൽ ഹഖ്. ഖുർആനിലെ തെറ്റുകളുണ്ടെന്നും ബൈബിളാണ് ശരിയെന്ന് പറയുന്ന പുസ്തകമാണത് മീസാനുൽ ഹഖ്. മീസാനുൽ ഹഖ് മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചരിക്കാൻ തുടങ്ങി. അപ്പം അന്ന് നമ്മുടെ റഹ്മത്തുള്ളാഹി കീരാനവി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല. അദ്ദേഹം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു സ്ഥലത്ത് വായിച്ചത് ശരിയാണെങ്കിൽ ഒരു അഡ്വക്കേറ്റിൻ്റെ സഹായത്തോടെ ബൈബിള് വായിച്ചു. അദ്ദേഹത്തിന് നേരിട്ടുള്ള ആക്സസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പം അങ്ങനെ വായിച്ച് മനസ്സിലാക്കി ഒരു പരിഭാഷകൻ്റെ സഹായത്തോടെ അദ്ദേഹം വായിക്കുന്നുണ്ട്. നദ്വി സാഹിബ് ഒരു സ്ഥലത്ത് എഴുതിയതുപോലെ അദ്ദേഹം നേരിട്ട് വായിച്ചിരുന്നെങ്കിൽ ചിത്രം ഒന്നും കൂടെ ഉഷാറാകുമായിരുന്നു. ഇപ്പം ഇങ്ങനെ അത് സ്വന്തമായിട്ട് വായിക്കുന്ന ഒരാളെ വെച്ച് വായിക്കുന്ന തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ, ആ ഒരു സമയതാമസം വരുമല്ലോ. അദ്ദേഹം ബൈബിള് പൂർണ്ണമായിട്ട് വായിച്ചു, അതിന് വിശകലനം നടത്തി ഇൽഹാറുൽ ഹഖ് എന്ന പേരിൽ ഒരു ഗ്രന്ഥം രചിച്ചു. അപ്പോൾ എപ്പോഴും ഈ ചർച്ചകൾ, ഡിബേറ്റുകൾക്ക് ഒരു ഘട്ടം ഉണ്ടാകും. അപ്പോൾ അന്നത്തെ ക്രിസ്ത്യാനികളുടെ ഘട്ടം എന്ന് വെച്ചാൽ ഇവർ പൂർണ്ണമായിട്ടും ഈസാ നബിക്കും അതുപോലെ മറിയം റളിയല്ലാഹു അൻഹ അവർക്ക് ദിവ്യത്വം കൽപ്പിച്ചിരുന്ന കാലമാണ്. അപ്പം മനുഷ്യനാണ് എന്ന് തെളിയിച്ചാൽ തന്നെ അവർ തെറ്റ് സമ്മതിക്കുമായിരുന്നു. ഇന്നിപ്പോൾ അവർ ചോദിക്കും ഈസാ നബി കുലാനി തആം, ഈസാ നബി ഭക്ഷണം കഴിച്ചിരുന്നു, ഈസാ നബി മനുഷ്യൻ, അവർക്കും ആണെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന ഘട്ടത്തിലാണ്. അത് ഇന്ന് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചർച്ച എത്തിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ആ ഘട്ടത്തിൽ മാനുഷികമായിട്ടുള്ള ഗുണഗണങ്ങൾ ഇവരിലുണ്ട് എന്ന് തെളിയിച്ചാൽ തന്നെ അവർ തോൽവി സമ്മതിക്കേണ്ടി വരുന്നൊരു ഘട്ടമായിരുന്നു. അപ്പം ബൈബിളിലെ വൈരുദ്ധ്യങ്ങൾ, എന്തുകൊണ്ട് ഈസാ നബിക്ക് ദിവ്യത്വമില്ല എന്ന കാര്യം ഇൽഹാറുൽ ഹഖിൽ അദ്ദേഹം സവിസ്തരം പ്രതിപാദിക്കും. അപ്പം മീസാനുൽ ഹഖിലൂടെ അവർ നടത്താൻ ശ്രമിച്ച മിഷണറി പ്രവർത്തനങ്ങളെ ഉലമാക്കൾ നേരിട്ടു. നമ്മുടെ ഒരു മത താരതമ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി കാരണം ഇമാം അക്ബർ സാഹിബ്, അദ്ദേഹം റഹ്മത്തുള്ളാഹി കിരാനയുടെ പുസ്തകത്തെ പറ്റി പറഞ്ഞൊരു വാക്കാണ്, സാധാരണ ഹദീസിലെ ഭാര്യയെ പറ്റി പറയല്ലോ, ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. ഇതേപോലെ മത താരതമ്യ രംഗത്തുള്ള ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ റഹ്മത്തുള്ളാഹി കിരാനക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് പറയത്തക്ക രീതിയിലാണ് ഇൽഹാറുൽ ഹഖിൻ്റെ സ്ഥാനമുള്ളത്. ഖത്തറിലും സൗദിയിലും മറ്റ് പല സ്ഥലങ്ങളിലും ഗവൺമെൻറ്റും അതല്ലാത്ത ഏജൻസികളൊക്കെ ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തി ഇൽഹാറുൽ ഹഖ് സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് എത്ര വലിയ സംഭവം ഉണ്ടെന്ന് വെച്ചാൽ അള്ളാഹു ഓരോരുത്തരുടെ നെയ്യത്തിന് ഓരോ രീതിയിൽ കബൂലാക്കും. ഈ ഇൽഹാറുൽ ഹഖിൻ്റെ ഒരു കോപ്പി ആരോ വാങ്ങിച്ചൊരു കോപ്പി സൗത്ത് ആഫ്രിക്കയിൽ ഒരു സ്ഥലത്ത് പൊടി പിടിച്ച് നിൽക്കുകയാണ്. അതെന്തിന് അദ്ദേഹം വാങ്ങി, അദ്ദേഹം എന്തോ ഒരു നല്ല നെയ്യത്തിൽ വാങ്ങി. അത് എത്തിപ്പെട്ടത് അഹമ്മദ് ദീദാദിൻ്റെ കയ്യിലാണ്. അഹമ്മദ് ദീദാദ് ക്രിസ്ത്യൻ മിഷണറിമാർ സൗത്ത് ആഫ്രിക്കയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ശല്യം കൊണ്ട് ഉത്തരം പറയാൻ വഴി തേടി നിൽക്കുകയാണ്. ആ സമയത്താണ് ഒരു പൊടി പിടിച്ച ഇൽഹാറുൽ ഹഖ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ വരുന്നത്. പിന്നെ എന്ത് നടന്നുള്ളത് ചരിത്രമാണ്. അഹമ്മദ് ദീദാദ് എന്ന് പറഞ്ഞാൽ ഇത്ര അഗ്രസീവായിട്ട്, ഇത്ര തമാശ രൂപത്തിൽ സദസ്യർക്കോ സഹസംവാദകർക്കോ പ്രയാസം തോന്നൂല, എന്നാൽ അവരുടെ അടിത്തറ തകർക്കുന്ന രീതിയിൽ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ അതിനുശേഷം വന്നവർ പോലും ഒരിക്കലും അഹമ്മദ് ദീദാദിൻ്റെ ഒരു സംഭാഷണ ശൈലിയിലേക്ക്, ആ അളവിലേക്ക് എത്തിയെന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുള്ള ഒഴുക്കും, അദ്ദേഹത്തിന് സദസ്സിൻ്റെ മുകളുണ്ടായിരുന്ന ഒരു ആധിപത്യം, അദ്ദേഹത്തിൻ്റെ ആ ആധിപത്യമുള്ള ശൈലിയിലേക്ക് ഒരുപക്ഷെ ശേഷം വന്നവർ പോലും എത്തിയെന്ന് സംശയമാണ്. അന്ന് ദൈവബന്ധിലെ ഉലമാക്കൾ എഴുതിയ ഈ ഇൽഹാറുൽ ഹഖ് എന്ന് പറയുന്ന ഗ്രന്ഥം, ഇത് ഷെയ്ഖ് അഹമ്മദ് ദീദാദിൻ്റെ കയ്യിൽ അള്ളാഹു എത്തിച്ചു. നമ്മുടെ നാട്ടിൽ നോട്ടത്തിൽ
യാദൃശികമായിട്ടെത്തി, അവിചാരിതമായിട്ടെത്തി. അള്ളാഹു കൃത്യമായിട്ട് അതിനെ അവിടെ എത്തിച്ചു. അദ്ദേഹം അത് ഏറ്റെടുത്തു. അദ്ദേഹം ബൈബിളിനെ പറ്റി പഠനം നടത്തി. അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ സ്രോതസ് ഇൽഹാറുൽ ഹക്കാണ്. അദ്ദേഹം ലോകത്ത് വലിയൊരു സംവാദ സംസ്കാരം തന്നെ, മിഷണറിമാരെ നേരിടാനുള്ള ഒരു സംവാദ സംസ്കാരം തന്നെ ലോകത്ത് കൊണ്ടുവന്നു. ഈ ഇൽഹാറുൽ ഹക്ക് രചിച്ച റഹ്മത്തുള്ള ഖീരാനവി, ഇദ്ദേഹത്തിൻ്റെ പേരിൽ മദ്രസ സൗലത്തിയ എന്ന പേരിൽ സൗദിയിലൊരു വലിയ സ്ഥാപനമുണ്ട്. ഇന്നും അത് പ്രവർത്തിക്കുന്നുണ്ട്, മദ്രസ സൗലത്തിയ എന്ന പേരിൽ. അപ്പോൾ മിഷണറിമാരെ നേരിട്ടു. മറുഭാഗത്ത് സ്വാതന്ത്ര്യ സമരം 1803 മുതൽ തന്നെ തുടങ്ങിയെന്ന് പറയാം. 1857 ഷാംലിയിൽ നടന്ന സമരം, അതിൽ മുസ്ലിമീങ്ങൾക്കുണ്ടായ തിരിച്ചടി. 867 ദൈവബന്ധ് സ്ഥാപിതമാകുന്നത്. ഇപ്പോൾ ദൈവബന്ധ് സ്ഥാപിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം, ഒരു ഭാഗത്ത് ഇവർ മതം മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, മറുഭാഗത്ത് വേറെയും ഇവിടെയുള്ള ഇന്ത്യയിലുള്ള ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളുണ്ട്. മുസ്ലിമീങ്ങളുടെ ഈമാനും ദീനും സംരക്ഷിക്കലായിരുന്നു ഏറ്റവും വലിയ ഒരു അജണ്ട. നമ്മളിന്ന് ലോകത്തെ എടുത്തു നോക്കിയാൽ, ലോകത്തെ ഓരോ ഭാഗങ്ങൾ നോക്കിയാൽ, സ്പെയിനിലെ ഭരണം 15-ാം നൂറ്റാണ്ടിൽ നഷ്ടപ്പെട്ടു. അതോടുകൂടി സ്പെയിനിലെ ജനങ്ങളുടെ ദീനും പോയി. അവസാനമായിട്ട് ഗർനാത്തയാണ് കീഴ്പ്പെട്ടത്. അപ്പോഴും ഒരു കുടുംബം പിടിച്ചു നിന്നിരുന്നു, പക്ഷെ അവർക്കും അധികം നിലനിൽക്കാൻ പറ്റിയില്ല. തുർക്കി ആ സമയത്ത് തുർക്കി മുസ്ലിമീങ്ങൾക്ക് കീഴ്പ്പെടുകയും ചെയ്തു, നേരെ യൂറോപ്പിൻ്റെ നേരെ കിഴക്ക് ഭാഗത്ത്. അപ്പം സ്പെയിനിൽ ഭരണം പോയി, അവിടുത്തെ ദീന് പോയി. അതുപോലെ തുർക്കിയിൽ കമാൽ അതാതുർക്കും സംഘമൊക്കെ വന്നു, നിരീശ്വരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങി. ഉസ്മാനി ഖിലാഫത്ത് പോയി, തുർക്കിയിലുള്ള ഈമാനും ദീനും നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഭരണം പോകുന്നു, അതിൻ്റെ കൂടുതൽ തന്നെ ദീനും ഇല്ലാതാവുകയാണ്. ഇന്ത്യയിൽ ഒരു ഡൽഹി സുൽത്താനേറ്റ്, അതുപോലെ മുഗൾ രാജവംശം, ഇതെല്ലാം ചേർന്ന് ഏകദേശം ഒരു 8 നൂറ്റാണ്ടുണ്ടെന്ന് പറയാം. ഇവർ പോയി കഴിഞ്ഞാൽ ഇസ്ലാമും ദീനും പോകാൻ പാടില്ല. ഭരണം പോയാൽ ഭരണം പോയിന്നേ ഉള്ളൂ, വ്യക്തിപരമായ ഈമാനും ദീനും പോകരുത്. അപ്പം റഷ്യയിൽ, വേറെ പല സ്ഥലങ്ങളിലും, സ്പെയിനിൽ, തുർക്കിയിൽ, തുർക്കി ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ ഭരണം നഷ്ടപ്പെട്ടു, ദീനും നഷ്ടപ്പെട്ടു. എന്നാൽ ഇന്ത്യയിൽ ദീൻ പോയി. ഡൽഹി സുൽത്താന്മാരും മുഗളന്മാരൊക്കെ പോയെങ്കിലും പള്ളികൾ ബാക്കിയാണ്, മദ്രസകൾ ബാക്കിയാണ്. അവിടെ പോലെ മ്യൂസിയങ്ങളായില്ല, മദ്രസകൾ ബാറുകളായില്ല, നിരീശ്വരവാദം ഉണ്ടായില്ല. മറിച്ച് മുസ്ലിമീങ്ങളുടെ വ്യക്തിപരമായ ഈമാനും ദീനും കൃത്യമായിട്ട് സംരക്ഷിക്കാൻ സാധിച്ചു. അപ്പോൾ ഇതിൽ ദാറുൽ ദൈവബന്ദിൻ്റെ പങ്ക് വളരെ വലുതാണ്. ദാറുൽ ദൈവബന്ധും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും, ആ മൻഹജിലുള്ള ഒരുപാട് പണ്ഡിതന്മാരും അവരുടെ പ്രവർത്തനങ്ങളും, ഒരു ഭാഗത്ത് അവർ വ്യക്തിപരമായ ദീനും ഈമാനും സംരക്ഷിച്ചു, മറുഭാഗത്ത് ഈ പറയുന്ന അധിനിവേശങ്ങളെ നേരിടാനുള്ള പ്രേരണ. പൊന്നാനിലെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ദീനിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഈ ഒരു പ്രേരണ നൽകിയതുപോലെ ദൈവത്തിലെ പണ്ഡിതന്മാർ ഇന്ത്യയിലുള്ള സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ഥാപനം സ്ഥാപിച്ചുകൊണ്ട് ചെയ്യുന്നതിന് പരിധിയുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുക ദൈവബന്ധ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്നാണ്. ദാറുൽ ദൈവബന്ധ് ഒരു സാധാരണ സ്ഥാപനമായിട്ട് പ്രവർത്തിക്കുകയാണ്. അതിനിങ്ങനെ ഒരു അജണ്ട ഉണ്ട്, ലക്ഷ്യമുണ്ട്. അവിടുന്ന് പഠിച്ച വിദ്യാർത്ഥികൾ പുറത്തിറങ്ങിയിട്ടാണ് സത്യത്തിൽ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ അലുമിനി നടത്തിയ പ്രവർത്തനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ദാറുൽ ദൈവബന്ധാണ് പ്രവർത്തിക്കുന്നതെങ്കിലും സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ ഒരു സ്ഥാപനം സ്ഥാപിച്ചിട്ട് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് അവർക്കെതിരെ പോരാടാൻ കഴിയില്ലല്ലോ. അവിടുന്ന് പഠിച്ചിറങ്ങിയ ആളുകൾ പല പേരിൽ പല സംഘടനകൾ ഉണ്ടാക്കി. എനിക്കൊന്ന് 4-5 പേരുണ്ട്. സമർത്ത് തർബിയ, പല പേരുണ്ട്, അൻസാർ, പല പല പേരിലായിട്ട് തുടങ്ങും. ഒന്ന് നിരോധിക്കും, അടുത്ത പേരിൽ പുതിയത് വരും. ഇവരിൽ പലരും ഒളിവിലായിരിക്കും, പലതും രഹസ്യ നീക്കങ്ങളായിരിക്കും. അപ്പം ദൈവബന്ധിൽ പഠിച്ച വിദ്യാർത്ഥികൾ അവരാണ് ഈ സമരങ്ങളെ നയിച്ചിരുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ദാറുൽ ദൈവബന്ധിൻ്റെ അടിസ്ഥാന പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്ന്. അപ്പോൾ ഈ പണ്ഡിതന്മാർ ഈ പ്രവർത്തനങ്ങളിൽ അതിൽ പിന്നെ ഒരുപാട് നാൾ വഴികളുണ്ട്. പല പല പേരിലായിട്ട് പ്രവർത്തനങ്ങൾ തുടങ്ങി. പിന്നെ 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞ 20 തുടങ്ങിയപ്പം ജാമിയ മില്ലിയൻ്റെ സംസ്ഥാപനം, അതുപോലെ കോൺഗ്രസുമായിട്ടുള്ള സഹകരണം, പിന്നെ പല നാഴികക്കല്ലുകളുണ്ട്, ഖിലാഫത്ത് പ്രസ്ഥാനം. അപ്പോൾ ഇതിൽ ഓരോന്നും നമ്മൾ പഠനവിധേയാക്കണം എന്ന് പറഞ്ഞാൽ ഭരണം നഷ്ടപ്പെട്ടു. അപ്പോൾ ഉസൂലെ ഹജ്ജ് തയ്യാറാക്കിയപ്പോൾ ഒന്നാമത്തെ ഷർത്ത്, ദൈവബന്ധിൻ്റെ ഉസൂലെ ഹജ്ജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. 8 ഉസൂലുകൾ പാലിച്ചുകൊണ്ട് ദൈവബന്ധം നടത്തണം എന്നാണ് അതിൻ്റെ നിയമം. അതിലൊന്നാമത്തേത് ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ വാങ്ങരുതെന്നാണ്. ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ വാങ്ങരുത്. അപ്പോൾ നമ്മൾ ആ ഷർത്തിനെ കൃത്യ അർത്ഥത്തിൽ എടുക്കണം. പലപ്പോഴും നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നു. ഇപ്പം ഇംഗ്ലീഷ് പഠിക്കണം എന്നൊരു കാലത്ത് തീരുമാനിച്ചു, വേറൊരു കാലത്ത് നമ്മൾ ഇംഗ്ലീഷ് നിർബന്ധമായിട്ട് പഠിക്കണം തീരുമാനിക്കേണ്ടി വരും, വേറൊരു സമയത്ത് അറബി നിർബന്ധമായിട്ട് പഠിക്കണം തീരുമാനിക്കേണ്ടി, സാഹചര്യങ്ങൾ മാറുമല്ലോ. അപ്പം അന്ന് ദൈവബന്ധ് ഗവൺമെൻറ് ഒരു സഹായവും വേണ്ട എന്ന് തീരുമാനിച്ചു, വാങ്ങരുതെന്ന് തീരുമാനിച്ചു. ആ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇന്ത്യയിലുള്ള ഏതാണ്ട് എല്ലാ മദ്രസകളും നടക്കുന്നത്. അതിന് മാറ്റമായിട്ട് മദ്രസ ബോർഡുകൾ വന്നു. മദ്രസകളെ ശക്തിപ്പെടുത്തണം,
അവിടെയുള്ള ഉസ്താദുമാർക്ക് നല്ല ആനുകൂല്യങ്ങൾ കിട്ടണം, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞ മദ്രസ ബോർഡുകൾ തുടങ്ങി. അപ്പം ഉസൂലെ ഹഷ്തിൽ ഗവൺമെൻറ് സഹായങ്ങൾ വാങ്ങരുതെന്നുള്ളത് കൊണ്ട് നമ്മളുടെ മദ്രസകൾക്കത് വാങ്ങാൻ മടിയാണ്. ചില ആളുകളത് വാങ്ങുകയും ചെയ്യും, എന്നിട്ട് അവരുടെ കൽപ്പനകളുടെ പുറകിൽ പോകാതെ മദ്രസകൾ നടത്തേണ്ട രീതിയിൽ നടത്തുകയും ചെയ്യും. അങ്ങനെ ചെയ്യാൻ പറ്റിയ വളരെ നല്ല കാര്യം. കാരണം അർഹമായ പൈസ കിട്ടുകയും ചെയ്തു. എന്നാൽ അവരുടെ നമ്മൾ ആലിമ്യങ്ങൾ പേടിച്ചതുപോലെ അവരുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നതുമില്ല. ഇപ്പം യു പിയിലൊക്കെ നിങ്ങൾ ചില സമയത്ത് കാണുന്നുണ്ടാകും, സ്വാതന്ത്ര്യ സമരം വന്നാൽ ദേശീയ പതാക മദ്രസയിൽ ഉയർത്തണം, അതിൻ്റെ ഒരു വീഡിയോ യോഗിക്ക് അയച്ചു കൊടുക്കണം, അങ്ങനെയൊക്കെ നോട്ടീസ് വരുന്നത് കണ്ടിട്ടുണ്ടോ? സ്വാതന്ത്ര്യ സമരം നടന്നാൽ ഫോട്ടോ എടുക്കണം, കൊടി കുത്തണം, എന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ അവിടുത്തെ ഓഫീസർമാർക്ക് അയച്ചു കൊടുക്കണം എന്നൊക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതാണ്. അതായത് അവർ മദ്രസ ബോർഡിൻ്റെ സഹായം വാങ്ങുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സംഗതികളൊക്കെ അയച്ചു കൊടുക്കേണ്ടി വരും, രാജ്യസ്നേഹം ഉണ്ടെന്ന് തെളിയിക്കേണ്ടി വരും. സൂപ്പർമാൻ്റെ അണ്ടർവെയർ പോലെ ഇതിങ്ങനെ പുറത്തിട്ട് നടക്കേണ്ടി വരും. സൂപ്പർമാൻ്റെ ഷട്ടി പുറത്താണല്ലോ, അതേപോലെ രാജ്യസ്നേഹം ഉണ്ടെന്നുള്ളത് പുറത്ത് പ്രകടിപ്പിക്കാൻ വേണ്ടി ഇൻഡിപെൻഡൻസ് ഡേ ഖുത്ബയൊക്കെ നടത്തേണ്ടി വരും. അപ്പോൾ ഇത് ചെയ്യേണ്ടി വരുന്നതായിരിക്കാം മദ്രസ ബോർഡിൻ്റെ സഹായം വാങ്ങിയവർക്കാണ്. മദ്രസ ബോർഡിൻ്റെ സഹായം വാങ്ങാത്തവർ വന്നിട്ട് അവരോട് ഈ കൊടി പൊക്കിയ ഫോട്ടോ അയക്കണമെന്നാൽ പോയി പണി നോക്ക്, നിങ്ങൾ എന്ന് മുതലാണ് ഈ കൊടിയിൽ അംഗീകരിച്ചെന്ന് ചോദിക്കാം. ഇവർ അടുത്ത സമയത്താണ് ഇവർ ഈ 3 നിറങ്ങൾ അംഗീകരിച്ചത്. ഇവരാണിപ്പോൾ നമ്മളോട് കൊടി ഉയർത്തുന്നത്. ഇപ്പോൾ മോദി പറയല്ല, എല്ലാവരും വീട്ടിൽ തിരങ്ക വേണം, കൊടിയെടുത്തൊരു ഫോട്ടോ സെൽഫി അയക്കണം. ഇവർക്കിതിലെ പച്ചയും വെള്ളം ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. ഇവർ കുറേ കാലം കാവിക്കൊടിൻ്റെ ആൾക്കാരായിരുന്നു. ഈ 3 നിറത്തിലുള്ള പതാക ഇവർ അംഗീകരിച്ചിട്ടാണ് ഏകദേശം ഒരു 20-25 കൊല്ലം ആയിട്ടുണ്ടാവുള്ളൂ. അപ്പം അന്ന് എഴുതി വെച്ച ആ അസൽ ഇന്ന് അന്ധമായിട്ട് അത് പാലിക്കുന്നവരുണ്ട്. അതായത് മദ്രസകൾക്ക് വരുമാന മാർഗം പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പം ചിലപ്പോൾ ചെറിയ സ്ഥാപനം ബത്തുലുള്ള ഇഫ്ല സ്ഥാപനം വരുമാന മാർഗം നല്ലതായിരിക്കും, പക്ഷെ ദൈവത്തിനെ പിൻപറ്റിക്കൊണ്ട് വരുമാന മാർഗം വേണ്ട. അപ്പം എന്തിനത് എഴുതി, അത് എവിടത്തേക്കൊക്കെ സ്യൂട്ടാകും എന്നൊക്കെയുള്ളത് വേറെ ചർച്ചാ വിഷയമാണ്. എന്താണെങ്കിലും അന്ന് അവർ തീരുമാനിച്ചൊരു കാര്യമാണ് ഗവൺമെൻറ് ഒരു ഇന്ന് നമ്മൾ അതിൻ്റെ ഗുണഫലങ്ങളുണ്ട്, അതിൻ്റെ ദോഷഫലങ്ങളുണ്ട്. ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈറോലോ അല്ലെങ്കിൽ അബുദാബിയിലോ വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ സർട്ടിഫിക്കറ്റിന് ഒരു പക്ഷേ, കാരണം ഒരാളെ അറിവ് അളക്കാൻ കഴിയില്ല, അല്ല സർട്ടിഫിക്കറ്റ് വെച്ചാൽ അയാൾ അളക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റിന് ഇപ്പോൾ കറൻസിക്ക് വാല്യൂ ഉണ്ടാക്കുന്ന പോലെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാക്കണമല്ലോ സ്ഥാപനം. ഒരു ഗവൺമെൻറ്റുമായിട്ട് സഹകരിക്കാത്തതുകൊണ്ട് ഇത് സ്വയം പ്രഖ്യാപിത മൂല്യം ഈ സർട്ടിഫിക്കറ്റിനുള്ളൂ, അതല്ലാതെ ആരും അതിനൊരു മൂല്യം കൊടുത്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റും +2ൻ്റെ സർട്ടിഫിക്കറ്റും നിങ്ങൾ ഹാഫിളായ ആലിമായ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി കൊടുത്താൽ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച ഹിഫ്ലിൻ്റെ ഇൽമിൻ്റെ സർട്ടിഫിക്കറ്റിന് ദീനീ സ്ഥാപനങ്ങൾ വില കൊടുക്കാതിരിക്കാനുള്ള ഒരു കാരണം അവർക്കറിയില്ലല്ലോ ഇതെന്താ സംഭവം എന്നുള്ളത്. അവരാകെ നോക്കുന്നത് ഗവൺമെൻറ് ഇതിനെങ്ങനെ കാണുന്നു. അപ്പോൾ ഗവൺമെൻറ് നമ്മൾ ലിങ്കായിട്ടേ ഇല്ല, ഗവൺമെൻറ് ഒരു സഹായം വാങ്ങിയിട്ടില്ല, ആ ഭാഗത്ത് അന്വേഷിക്കാനും പോയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഗവൺമെൻറ് അംഗീകരിച്ച സർട്ടിഫിക്കറ്റാണ്. 10ാം ക്ലാസ് 12ാം ഹയർ സെക്കൻഡറി പൂർത്തിയായിട്ട് നിങ്ങൾ BA അറബി എടുത്തിട്ടുണ്ട്. BA അറബി നിങ്ങൾ ഒരു അറബിയും പഠിച്ചിട്ടില്ല, എന്നാൽ നിങ്ങൾ ദൈവം അതിൻ്റെ 10 ഇരട്ടി അറബി പഠിച്ചാൽ പോലും നിങ്ങൾക്ക് MA അറബിക്ക് കിട്ടണമെങ്കിൽ ഈ BAൻ്റെ സർട്ടിഫിക്കറ്റിനാണ് വാല്യൂ ഉണ്ടാവുക. അപ്പം ഇങ്ങനത്തെ ദോഷഫലങ്ങളുണ്ട്, അതിനെ മറികടക്കാനുള്ള വഴി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് ആ തീരുമാനം തെറ്റാണ്. അത് ആ കാലത്തെടുത്ത തീരുമാനമാണ്, അത് അതിൻ്റെ അർത്ഥത്തിൽ ശരിയാണ്. അപ്പം അതിൻ്റെ ദോഷഫലങ്ങൾ ഈ വഴിയിലൂടെ വരുന്നുണ്ട്. നമ്മൾ സർട്ടിഫിക്കറ്റുകൾക്ക് ഗവൺമെൻറ് വാല്യൂ ഇല്ലാതെ വരുന്നു. അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. അപ്പം അതിനെ മറികടക്കാനുള്ള വഴികൾ മറ്റ് യൂണിവേഴ്സിറ്റികളായിട്ട് MOU തയ്യാറാക്കിയിട്ടും, അതുപോലെ തന്നെ മുആദല എന്ന് പറയും, ഇന്ന് കോഴ്സ് ചെയ്താൽ നേരെ അടുത്ത ഇതിൽ അപേക്ഷിക്കാൻ പറ്റും. ആ രീതിയിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിട്ട് വേണം ഈ പറഞ്ഞ ഇതിൻ്റെ ദോഷഫലം മറികടക്കാൻ. അപ്പോൾ ഉസൂലെ ഹഷ്ത് എഴുതി സ്ഥാപനം മുന്നോട്ട് പോവാണ്. സ്ഥാപനം നേരിട്ടല്ല സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. കാരണം നിങ്ങൾ ഇതിന് മാറ്റമായിട്ട് ചില വാർത്തകളൊക്കെ ഇനി പിന്നീട് കേട്ടേക്കാം. ദൈവത്തിന് ബ്രിട്ടീഷുകാർ അംഗീകരിച്ചിരുന്നു, ദൈവത്തിൽ ഒരു ഉസ്താദിന് ബ്രിട്ടീഷുകാർ ഇന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ആളുകൾക്ക് അറിയാത്ത ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ, അത് ശരി, ഇവരും ബ്രിട്ടീഷ്, അങ്ങനെ കരുതരുത്. സ്ഥാപനം എന്ന രീതിയിലല്ല പങ്കെടുക്കുന്നത്, മറിച്ച് സ്ഥാപനത്തിൽ പഠിച്ചവർ പുറത്തിറങ്ങിയിട്ടാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് നായികക്കല്ലുകൾ ഉണ്ടെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒന്നാണ് തെഹ്രീക്കെ റേഷം റുമാൽ, നിങ്ങളിവിടെ അവതരിപ്പിച്ച സിൽക്ക് ലെറ്റർ മൂവ്മെൻറ്റ്. ഇതൊരു വൻ പദ്ധതിയാണ്. വൻ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഏറ്റുമുട്ടുന്നത് മാറ്റിയിട്ട് ബ്രിട്ടീഷുകാരുടെ ലോകത്തെ അടിത്തറ തന്നെ ഇളക്കുന്ന പദ്ധതിയായിരുന്നു തെഹ്രീക്കെ റേഷം റുമാൽ. റുമാൽ എന്ന് പറഞ്ഞാൽ ടവൽ, റേഷൻ പട്ട്. തെഹ്രീക്കെ റേഷം റുമാൽ എന്ന് പറഞ്ഞാൽ പട്ടുറുമാൽ പ്രസ്ഥാനം. ഈ പട്ടുറുമാൽ പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറുൽ ദൈവബന്ദിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ ഒരു പ്രവർത്തനമായിരുന്നു തെഹ്രീക്കെ റേഷം. ഇതിലൂടെ ഉദ്ദേശിച്ചിരുന്നത് സമരവുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പ്രത്യേക കോഡ് ഭാഷയിലാക്കി
ഈ പറയുന്ന തലപ്പാവ് അല്ലെങ്കിൽ ഈ റുമാലിന് കൊടുക്കുകയാണ്. ഇത് ഉസ്മാനി ഖിലാഫത്തിൻ്റെ ആസ്ഥാനങ്ങളിൽ എത്തിക്കണം. അപ്പോൾ ലോകത്തന്ന് ഉസ്മാനി ഖിലാഫത്ത് നിലനിൽക്കുന്ന സമയമാണ്. അവരുടെ സഹകരണം ഉണ്ടാകണം. അതേപോലെ ബ്രിട്ടീഷ് വിരുദ്ധ ചേരികൾ ഉസ്മാനികളോട് സഹകരിക്കാൻ സാധ്യതയുള്ള ലോകത്തെ ശക്തികൾ ഏതാണോ അവരെ ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരെ നേരിടണം. അപ്പം ഇവിടെ വെറുതെ കാണുന്ന ബസ്സിന് കല്ലെറിയുന്നതോ അല്ലെങ്കിൽ ഇവിടെ വെറുതെ ഒരു കലക്ട്രേറ്റിലേക്ക് സമരം നടത്തുന്ന ഒഴിവാക്കി ബ്രിട്ടീഷുകാരുള്ളൊരു ഏറ്റുമുട്ടൽ, അത് തന്നെ ലോകാടിസ്ഥാനത്തിലുള്ള ഒരു സംരംഭമാക്കി അതിനെ മാറ്റാൻ വേണ്ടിയാണ് തെഹരീക്ക് റേഷം റുമാൽ നടത്തുന്നത്. ഇതിൻ്റെ ദൂതുമായിട്ടാണ് ഇവർ മക്കത്തെത്തിയത്. അപ്പോൾ ഈ വലിയ സംഭവത്തിന് ഏറ്റവും വലിയ പാര ഉണ്ടായത് മക്കത്ത് വെച്ചാണ്. അതാണ് ഇന്നും നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി. ഇതാണ് ഇന്നും ആളുകൾ കരുതുന്നു ഗസയിലെ പോരാട്ടം ഇൻഷാ അല്ലാഹ് വിജയിക്കും, മക്കത്തുള്ളവർ സഹായിക്കും. മക്കത്തുള്ളവർ സഹായിക്കാത്തതിൻ്റെ നേരെ തിരിച്ചുള്ള ചിത്രം നമ്മുടെ മുമ്പിൽ ചരിത്രമായിട്ടുണ്ട്. ആളുകൾക്ക് അത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. അന്ന് ഈ പ്രവർത്തനമായിട്ട് അവിടെ എത്തിയപ്പോൾ അവിടെ ഭരിക്കുന്നത് ഷെരീഫ് ഹുസൈനാണ്. ഉസ്മാനി ഖിലാഫത്തിന് ശേഷം അടുത്ത ഘട്ടത്തിൽ അവർ പാവയായിട്ട് കണ്ടത് ഷെരീഫ് ഹുസൈനെയാണ്. ഇന്ന് ആ ഷെരീഫ് ഹുസൈൻ്റെ പിന്മുറക്കാരാണ് ജോർദാനിലുള്ളത്. ഹാഷിമൈറ്റ് കിങ്ഡം ഓഫ് ജോർദാൻ, അൽ ഉർദുനിയത്തുൽ ഹാഷിമിയ എന്ന് പറയുന്നത് ഇവരുടെ ഈ താവഴിക്കാണ്. അപ്പോൾ അവർ ഈ ബന്ധം മറച്ചു വെക്കുന്നില്ല. ഇവിടുത്തെ വാങ്ങണത് എല്ലാ ഇളവുകൾക്കും സമീപിക്കുക. അപ്പം ജോർദാനിൽ അവരിത് മറച്ചു വെക്കുന്നേ ഇല്ല. നിങ്ങൾ തെബൂക്ക് വഴി ജോർദാൻ ബോർഡർ കഴിഞ്ഞാൽ നേരെ വരുന്ന സ്ഥലമാണ് അക്കബ. അക്കബയിൽ അറബ് റിവോൾട്ട് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് സെൻറ്റർ ഉണ്ട്. അറബ് റിവോൾട്ട് സെൻറ്റർ എന്നതിൻ്റെ പേര്. ആ മ്യൂസിയത്തിൽ ബ്രിട്ടീഷ് ആയുധങ്ങൾ വെച്ചിട്ടുണ്ട്. അവിടെ അറബ് സമരത്തിൻ്റെ തെളിവായിട്ടൊരു മരം തന്നെ ഉണ്ട്. അവിടെ എല്ലാ ചരിത്രവും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ തുർക്കികളെ തുരത്തിയതിൻ്റെ സ്മാരകമാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുർക്കികൾ ബ്രിട്ടീഷുകാർ എല്ലാ സ്ഥലത്തും ഭിന്നിപ്പിച്ചാണ് ഭരിക്കുന്നത്. ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം ഉണ്ടാക്കി ഇന്ത്യനെയും പാകിസ്ഥാൻ രണ്ട് കഷ്ണാക്കി ഇട്ടിട്ട് പോയി. അവിടെ എത്തിയിട്ട് പറഞ്ഞു, അറബികളോട് പറഞ്ഞു, നിങ്ങൾ അറബികൾ, ഇവർ തുർക്കികൾ, നിങ്ങളുടെ നാട് നിങ്ങൾ ഭരിച്ചാൽ എന്തൊരു രസമായിരിക്കും. ഈ തുർക്കികൾ ഭരിച്ചിട്ട് ആകെ കോലം കെട്ടായി. അതുകൊണ്ടാണ് കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കിങ്ഡം ഓഫ് സൗദി ഇസ്ലാമിയ എന്നറിയപ്പെട്ടാൽ പോരെ. അൽ മംലക്കത്തു സഊദിയത്തുൽ ഇസ്ലാമിയ എന്ന് പറഞ്ഞാൽ പോരെ. എന്തിനാ അറബി എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് എന്തുകൊണ്ടാണ്? അറബിക്ക് എന്താ പ്രത്യേകത? അറബി എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് അവർ ഭരണം പിടിക്കുന്നത്. തുർക്കികൾക്കെതിരെയാണ് പോരാടുന്നത്. അപ്പോൾ ലോറൻസ് എന്ന് പറയുന്നൊരു ചാരൻ്റെ കഥയുണ്ട്. നിങ്ങളത് അന്വേഷിച്ചോളൂ. ശരിയാ, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം പറഞ്ഞാൽ മതി. എന്തായാലും ഇവർക്കിടയിൽ പ്രവർത്തിക്കാൻ വേണ്ടി അവർ വിട്ടൊരു വ്യക്തി, അല്ലെങ്കിൽ അതല്ലാതെ തന്നെ ഇവരുണ്ടാക്കിയൊരു ബോധം, നിങ്ങൾ അറബികൾ ഭരിക്കണമെങ്കിൽ അന്തസ്സ് കിട്ടും, ഈ തുർക്കികൾ നിങ്ങളെ പിന്നോട്ടാക്കി ഇവരില്ലാതാക്കണം. തുർക്കികൾ ഉണ്ടാക്കിയ റെയിൽ പോലും, തുർക്കികൾ അന്ന് സിറിയ വഴി അങ്ങനെ വടക്ക് ഭാഗത്ത് നിന്ന് വന്ന് തബൂക്ക് വഴി മക്കത്തേക്ക് എത്താനുണ്ടാക്കിയ റെയിലിൻ്റെ ഭാഗങ്ങൾ പോലും നശിപ്പിച്ച കഥകളുണ്ട്, മുസ്ലിമീങ്ങൾ നശിപ്പിച്ച കഥകളുണ്ട്. അപ്പം അന്നത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും തടസ്സമായി നിന്ന ആളും നമ്മുടെ ആലിമീങ്ങളെ മാൾട്ട ജയിലിൽ എത്തിച്ചത് ഇവിടുത്തെ ഏതെങ്കിലും സാമൂതിരിയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും സവർക്കറോ ടീമോ അല്ല, മറിച്ച് മക്ക ഭരിച്ചിരുന്ന ഷെരീഫ് ഹുസൈൻ്റെ ആൾക്കാരാണ് അന്ന് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആലിമീങ്ങൾ ഒറ്റുകൊടുത്തത്. അങ്ങനെ ഒറ്റുകൊടുക്കുന്ന ആളുകളാണ് അവർ മക്കത്തിരുത്തിയത്. ഈ ഷെരീഫ് ഹുസൈന് ശേഷം അവരിരുത്തിയത് പോലും തുർക്കി ഖിലാഫത്തിനെതിരെ പോരാടാൻ അറബികൾ വേണം, മുസ്ലിമീങ്ങൾ തന്നെ വേണം എന്ന് പറഞ്ഞ് അറബി വികാരം കത്തിച്ചുകൊണ്ടാണ് ഈ ഷെരീഫ് ഹുസൈനിയൻ ടീമിനെയും അതിനുശേഷം സൗദ് കുടുംബം ഈ അബ്ദുൽ അസീസ് രാജാവിനെ അവിടെ എത്തിച്ചത്. അപ്പം ഇന്ന് ഇവർ വഞ്ചകരാണോ അല്ലേ? നമ്മളിപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല, ഇനി പറഞ്ഞിട്ട് പ്രശ്നമുണ്ട. എന്തായാലും ഷെരീഫ് ഹുസൈൻ പറ്റിച്ചു എന്നുള്ളത് ശരിയാണ്. ഈ ഷെരീഫ് ഹുസൈനു ശേഷം ഇതിനേക്കാൾ നല്ല പാവ വേറെ കിട്ടുമോ നോക്കിയിട്ടാണ് അവർ അടുത്ത ആളുകളെ, 1902 റിയാദ്, ഈ നമ്മളെ അക്കബയിൽ അറബ് റിവോൾട്ട് സെൻറ്റർ ഉള്ളതുപോലെ തന്നെ റിയാദിലെ മസ്മക് ഫോർട്ട് ഉണ്ട്. മസ്മക് ഖലഅത്ത് മസ്മക്, അവിടെ കാണാം ബ്രിട്ടീഷുകാരുടെ ആയുധങ്ങൾ. ജിദ്ദയിൽ 1924 നമ്മുടെ ആലി മുസ്ലിയാരും നമ്മളെ ഇവിടുത്തെ മലബാർ സമരം നടന്ന് ഇവിടെ ഇതൊക്കെ നടക്കും. ഇതൊരു ഗസയായിരുന്നു തിരൂരങ്ങാടി. ഇവിടെ ഈ സമരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് 1924 അവിടെ അറബി ഭരിക്കുന്ന രാജാവും ബ്രിട്ടീഷുകാരും കൂടെ ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോ, ജിദ്ദയിലിരുന്ന ഫോട്ടോ, 1924 ഫോട്ടോ റിയാദിലുള്ള മസ്മക് മ്യൂസിയത്തിലുണ്ട്. നമുക്ക് ചെറിയൊരു ക്വിസ് നടത്താൻ വേണമെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ, അന്ന് ബ്രിട്ടീഷ് തോക്കുകൾ നിങ്ങൾ എന്തിനു വേണ്ടി വാങ്ങിയതാണ്? ഒട്ടകത്തെ പേടിപ്പിക്കാൻ, അല്ലെങ്കിൽ മീൻ പിടിക്കാൻ, പിന്നെ ബ്രിട്ടീഷുകാരുടെ ഏറ്റുമുട്ടാൻ, മുസ്ലിമീങ്ങളെ കൊല്ലാൻ. ഏതാ ശരി ഉത്തരങ്ങൾ പറയും? നിങ്ങളിതിനെ മീൻ പിടിക്കാൻ തോക്കുവാണോ? ഒട്ടകത്തെ പേടിപ്പിക്കാൻ തോക്കുവാണോ?
ഇതിലിപ്പോൾ ആകെ ശരിയുത്തരാകാൻ പറ്റുന്ന എന്തേ ഉള്ളൂ? തുർക്കി ഖിലാഫത്തിനെതിരെ പോരാടാൻ ഈ 922 മുതൽ 32 വരെ ഓരോ സ്ഥലങ്ങളായിട്ട് പിടിച്ചാണ് കിങ്ഡം ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് അറേബ്യ എന്നുള്ളത് ഹൈലൈറ്റ് ആവാൻ കാരണം തുർക്കിക്കെതിരെ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നടത്തിയ എല്ലാ ശ്രമവും പോയി. കാരണം ഇവിടുന്ന് ഈ സാധനം ഉണ്ടാക്കി എന്തിനാ? നേരെ അവിടെ എത്തണം, ഉസ്മാനികളുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കണം, അവരുടെ സഹകരണം ഉറപ്പുവരുത്തണം. പിന്നെ ബ്രിട്ടീഷ് വിരുദ്ധ ചേരിയാണ് എന്ന രീതിയിൽ കൂടാൻ സാധ്യതയുള്ള മറ്റു യൂറോപ്യൻ ശക്തികൾ എത്തണം, അവരെയും കൂടെ കൂട്ടണം. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ അടിത്തറ ലോകത്തില്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പം അതിനൊറ്റിക്കൊടുത്തത് മക്ക ഭരിച്ചിരുന്ന ഷെരീഫ് ഹുസൈനാണ്. 900 അക്കബേൽ അവരുടെ അറബ് റിവോൾട്ട് സെന്ററിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതീകമായി അവിടെ ഒരു മരം തന്നെ ഉണ്ട്. ആ മരത്തിനോട് ചേർത്ത് ആ ചരിത്രം അവർ എഴുതി വെച്ചിട്ടുണ്ട്. റിയാദിലെ മസ്മക് ഫോർട്ടിൽ ഇത്ര തെളിച്ചത്തോടെ പറയുന്നില്ലെങ്കിലും മനസ്സിലാക്കാനുള്ള സൂചന അവിടെ ഉണ്ട്. ഏത് വഴിക്ക് വന്ന് ഇങ്ങനെ നീങ്ങി ഓരോ സ്ഥലം ഏത് വർഷത്തിൽ കീഴടങ്ങി എന്നുള്ള സംഗതി. അപ്പം സ്വാതന്ത്ര്യ സമര പോരാട്ടം അതിന്റെ ഗസയിലാണെങ്കിലും അന്ന് ഇന്ത്യയിലാണെങ്കിലും തിരുരങ്ങാടിയിലാണെങ്കിലും ഖിലാഫത്ത് പ്രസ്ഥാനാണെങ്കിലും അതുപോലെ തന്നെ ഇനി തഹ്രീക്ക് റേഷം റുമാലാണെങ്കിലും ഈ പറയുന്ന ആളുകളെ സഹായിക്കാനുള്ള ഏജന്റുമാര് അവർ മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് ഷെരീഫ് ഹുസൈൻ നമ്മുടെ ആലിമീങ്ങളെ ഒറ്റിക്കൊടുത്തതും അവർ നേരെ അവിടുന്ന് അങ്ങോട്ട് ആ കടൽ കടന്ന് റെഡ് സീ മെഡിറ്ററേനിയൻ കടലൊക്കെ കടന്ന് മാൾട്ടയിലെത്തിയത്. അപ്പൊ അസീറാന്റെ മാൾട്ട, ഓരോരോ ലിങ്ക് നമ്മൾ പഠിക്കാൻ വേണ്ടി പറയാണ്. ഒന്ന് തഹ്രീക്ക് റേഷം നമ്മൾ പഠിക്കേണ്ടത് അസീറാന്റെ മാൾട്ട എന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രിസണേഴ്സ് ഓഫ് മാൾട്ട എന്നൊരു ഇംഗ്ലീഷിലുണ്ട്. പേരാണെന്ന് തോന്നുന്നു അതിലുള്ളത്. 3-3.5 വർഷം ജയിലിൽ കഴിഞ്ഞ സംഭവങ്ങളുണ്ട്. അവിടെ വെച്ച് തന്നെ ഷഹീദായവരുണ്ട്, തിരിച്ചു വന്ന് ഇവിടെ സാമാന്യ ജീവിതം നയിച്ചവരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനിയായ മഹ്മൂദ് ഹസൻ ദൈവന്തി റഹ്മത്തുള്ളാഹി അലൈഹി വന്യവയോധികനായിട്ടാണ് തിരിച്ചു വരുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അരുമ ശിഷ്യനായിരുന്ന ഹുസൈൻ അഹമ്മദ് മദനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോടൊപ്പം ജയിൽവാസം അനുഷ്ഠിച്ചിരുന്നു. അദ്ദേഹത്തിന് തിരിച്ചു വന്നപ്പം വലിയൊരു ഹീറോ വരവേൽപ്പാണ് ഇന്ത്യയിലെ ജനങ്ങൾ നൽകിയത്. അതിനുശേഷം ഇവർ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന്, ഇന്ത്യയെ ഇന്ത്യയാക്കി നിലനിർത്താൻ. രണ്ടാമത്തേത് ഹിന്ദുക്കളുമായിട്ടുള്ള ഐക്യം കാത്തു സൂക്ഷിക്കാൻ. ഇതിൽ നമുക്ക് സാമൂതിരിയോടൊപ്പം ചേരാനും പോർച്ചുഗീസുകാർക്കെതിരെ പോരാടാനും സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി പ്രേരണ കൊടുത്തതുപോലെ ഇന്ത്യയിൽ ഇവർ ഹിന്ദുക്കളെ മുസ്ലിമീങ്ങളെ തെറ്റിക്കും, ഈ രാജ്യം രണ്ടാക്കുമെന്ന് കണ്ടപ്പം ഒരിക്കലും രണ്ടാക്കരുത്, ഒരൊറ്റ രാജ്യം വേണം, 1000 വർഷം നമ്മൾ ഒന്നിച്ച് ജീവിച്ചു, ഒന്നിച്ച് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണം എന്ന് പറഞ്ഞ് ഫത്വ കൊടുക്കുകയും ഹിന്ദുക്കളുമായി സഹകരിക്കൽ രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സഹകരിക്കണം എന്ന് ഫത്വ കൊടുത്ത് അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണം, ഈ സമരത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയും വിഭജനത്തിന് എതിര് നിൽക്കുകയും ചെയ്തവരാണ് ജമിയത്തുൽ ഉലമായെ ഹിന്ദ്. അപ്പോൾ ജമിയത്തുൽ ഉലമായെ ഹിന്ദിൻ്റെ പ്രവർത്തനങ്ങളും ഫത്വകളും ഇന്നതിൻ്റെ മ്യൂസിയം ഉണ്ട് അവരുടെ ITO ആസ്ഥാനത്ത്. അതിൽ പല സംഭവങ്ങളുടെയും സൂചികൾ കൊടുത്തിട്ടുണ്ട്, അന്നത്തെ ഫത്വകളും ആരൊക്കെ ഫത്വ കൊടുത്തു, ഏതൊക്കെ രീതിയിൽ അതിനെ ശ്രമിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ഇവിടെയുള്ള ഹിന്ദു മുസ്ലിം വിഭജനം തടയാനും ഇന്ത്യ വിഭജനം തടയാനും ജമിയത്തുൽ ഉലമാ ഹിന്ദ് നന്നായിട്ട് പ്രവർത്തിച്ചത് മാത്രമല്ല, ഇന്നത്തെ കേൾക്കുമ്പം ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾക്ക് പോലും അത്ഭുതമാണ്, അവർക്കൊരു മതിപ്പാണ്. അത്ര നന്നായിട്ട് ഇന്ത്യക്ക് വേണ്ടി ചിന്തിച്ച, ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് ചിന്തിച്ച ദീർഘദൃഷ്ടി നേതാക്കൾ അന്ന് ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനി ഹുസൈൻ അഹമ്മദ് മദനിയാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം പറഞ്ഞത് അദ്ദേഹം മഹ്മൂദ് ഹസൻ ദൈവന്തിയുടെ ശിഷ്യനാണ്. അതിൽ മാൾട്ട ജയിലിൽ കഴിഞ്ഞവരിൽ അദ്ദേഹം തിരിച്ചു വന്നപ്പം അദ്ദേഹം വയോധികനാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഹുസൈൻ അഹമ്മദ് മദനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് നീങ്ങി. പിന്നെ ഓരോരോ പ്രസ്ഥാനങ്ങളുണ്ട്. ഖിലാഫത്ത് പ്രസ്ഥാനം, ഈ ഖിലാഫത്ത് പ്രസ്ഥാനവും ഞാൻ നേരത്തെ പറഞ്ഞ വലിയൊരു അത്ഭുതമാണ്. കാരണം തുർക്കിയിലെ മുസ്ലിമീങ്ങളുടെ ഖിലാഫത്ത് ഇല്ലാതായി എന്ന് പറയുമ്പം തിരൂരങ്ങാടിലൊരു ഖിലാഫത്ത് പ്രഖ്യാപിക്കണമെങ്കിൽ അന്നത്തെ നാടന്മാർക്ക് ഉണ്ടായിരുന്ന ഒരു ഇച്ഛാശക്തി, ലോകത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാടുന്ന, അവിടെ ഖിലാഫത്ത് പോയി എന്ന് പറയുമ്പോൾ അതൊരു വാർത്തയായിട്ട് കണ്ട് പിറ്റേന്ന് കല്യാണത്തിനും തക്കാരത്തിനും പോകാതെ ആ ഖിലാഫത്തിൻ്റെ ബാക്കി നിലനിൽക്കാൻ വേണ്ടി തിരൂരങ്ങാടിലെ ഖിലാഫത്ത് പ്രഖ്യാപിച്ചു. സ്വന്തം രാജ്യമാക്കി പ്രഖ്യാപിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഏറ്റുമുട്ടി. അതിനെ വലിയൊരു എടുത്തുചാട്ടായിട്ട് വേണമെങ്കിൽ പറയാം, ഒരു സാഹസികതയായിട്ട് പറയാം. എന്താണെങ്കിലും ബ്രിട്ടീഷുകാർ അതിനെ ഗൗരവത്തിലെടുത്തുള്ളതാണ് സത്യം. അത് ലോകത്ത് അവർ ഒരിക്കലും ഉപയോഗിക്കാത്ത റിസർവ് പട്ടാളത്തെയും സ്പെഷ്യൽ പോലീസിനൊക്കെയാണ് മലപ്പുറത്ത് നിയോഗിച്ചത്. അന്നത്തെ കാലത്ത് ഒരു ഗസ എന്ന് വേണമെങ്കിൽ തിരുരങ്ങാടിയെ പറ്റി പറയാം, ഇവിടെ നടന്ന സമര പോരാട്ടങ്ങളെ പറ്റി പറയാം, ആലി മുസ്ലിയാരും. അതിൻ്റെ തൊട്ടുമുമ്പുള്ള ചരിത്രത്തിൽ ഈ വെളിയങ്കോട് ഉമർഖാദി നടത്തിയൊരു നികുതി നിഷേധ പ്രവർത്തനമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നികുതി കൊടുത്തില്ലെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു
അതിലെ ചില കവിതകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഹിന്ദുക്കൾക്കും മുസ്ലിമീങ്ങൾക്കും ഇടയിൽ നികുതിയിൽ പോലും വേർതിരിവ് കാണിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ കവിതയിലുള്ള രൂക്ഷമായ ഭാഷ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പം അദ്ദേഹത്തെ ജയിലിലടച്ചു. അന്നത്തെ പണ്ഡിതന്മാരുടെ ഒരു കഴിവ്, ഭാഷാപരമായ ഒരു കഴിവ്, അവർ ഇഷ്ടമുള്ളതുപോലെ കവിത പാടും. ഓരോരുത്തർക്ക് ദേഷ്യം വന്നാൽ അവർ സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്. ഇപ്പം രാഷ്ട്രീയക്കാരുടെ ദേഷ്യം, അവർക്ക് എന്ത് പ്രശ്നം, ഒരു പത്രസമ്മേളനം നടത്തും. ഇനി വേറൊരാളാണ് ചിലപ്പോൾ വീഡിയോ ഇറക്കി മറുപടി പറയും, ചിലർ കത്ത് എഴുതും. നമ്മുടെ ആലിമീങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവർ കവിത എഴുതുക, അവർ കവിതയുടെ സംസാരിക്കാം. അത്രയും അറബി ഭാഷയിലുള്ള നൈപുണ്യം ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, കവിതകൾക്ക് ഓരോന്നിനും പ്രത്യേക സ്വഭാവമുണ്ട്. ചിലതിൽ പുള്ളി ഉണ്ടാവില്ല, ചിലത് നൂനില്ലാത്ത കവിതയായിരിക്കും. എന്നാൽ കവിത പാടാനുള്ളവരുടെ അവർ വിഷയം പറഞ്ഞു പോവുകയും ചെയ്യും. ഭാഷാപരമായിട്ട് എന്തെങ്കിലും ഒരു അഭ്യാസം അതിൽ കാണിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ അത് കാണിക്കുകയും ചെയ്യും. ഇദ്ദേഹത്തിൻ്റെ കവിതകളുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത സമയത്തുള്ളൊരു കവിത കാണാം. അവരെന്നെ മർദ്ദിച്ചു, അവരെൻ്റെ ശരീരത്തെ ക്ഷീണിപ്പിച്ചു, പക്ഷെ എൻ്റെ ആത്മാവിനൊരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള മരണമാണ് ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞൊരു കവിത. ഇത് അദ്ദേഹത്തിൻ്റെ ഷെയ്ഖായ ഉസ്താദായ മമ്പുറം തങ്ങളുടെ കയ്യിൽ കിട്ടി. അപ്പോൾ മുസ്ലിമീങ്ങളത് കണ്ടു. അവർ ആവേശത്തിലായി കലക്ടറേറ്റ് ഉപരോധിച്ചു. വെളിയങ്കോട് ഉമർ ഖാദിയെ മോചിപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ സൈനുദ്ദീൻ മഖ്ദൂം മുതൽ വെളിയങ്കോട് ഉമർ ഖാദി ആണെങ്കിലും മമ്പുറം തങ്ങളാണെങ്കിലും ആലി മുസ്ലിയാരും ഒക്കെ തന്നെ നടത്തിയ പ്രവർത്തനവും, അതിൽ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു സമരം ഇവിടെ നടന്നു എന്ന് പറഞ്ഞാൽ, അവിടെ ഒരു ഗസയോ അവിടെ ഒരു തുർക്കിയോ എന്തെങ്കിലും ഒരു അന്താരാഷ്ട്ര തലത്തിൽ സംഭവിക്കുമ്പം എത്രത്തോളം അതിൻ്റെ വേദന ഉൾക്കൊണ്ടിരുന്നു, ഏതറ്റം വരെ പോകാൻ അവർ സജ്ജരായിരുന്നു എന്നുള്ളത് അവർക്കറിയായിട്ടില്ല. ബ്രിട്ടീഷുകാരുടെ കഴിവോ ശക്തിയോ അറിയാഞ്ഞിട്ടല്ല. ഇത് പ്രവർത്തിച്ചാൽ ഉറപ്പായിട്ട് വിജയിക്കുന്ന ഉറപ്പുള്ളത് കൊണ്ടും ആയിരിക്കണം എന്നില്ല. അവരുടെ ഈമാനിക ആവശ്യം, ഖിയാമത്ത് പറ്റി പറഞ്ഞല്ലോ, ഖിയാമത്ത് നാൾ ഉണ്ടാകുമെന്നറിഞ്ഞാൽ ഒരു ഈത്തപ്പഴക്കുരുവാണുള്ളതെങ്കിലും അത് കുഴിച്ചിടണം എന്ന് പറഞ്ഞു. അപ്പം അത് വളർന്ന് വലുതാകോ ആര് കഴിക്കും എന്നുള്ളത് വിഷയമല്ല. എല്ലാ യുദ്ധങ്ങളും ജയിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, എല്ലാ സമരങ്ങളും വിജയിച്ച് അവരെ തോൽപ്പിക്കണം എന്നതിനു വേണ്ടി ചെയ്യുന്നതല്ല. മറിച്ച് മൈതാനത്ത് ഒരാളെങ്കിലും ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി ചില സമരങ്ങൾ നടക്കാറുണ്ട്. ലോകത്ത് ഇവർ ഈ അക്രമങ്ങളൊക്കെ നടത്തുമ്പം, ഒരു ഖിലാഫത്ത് ഇല്ലാതാകുമ്പോൾ ഞങ്ങൾ പ്രതിഷേധിച്ചിരുന്നു, ഞങ്ങൾ സമരം ചെയ്തിരുന്നു എന്ന് അടയാളപ്പെടുത്താൻ മുസ്ലിമീങ്ങളെ പറ്റി പറഞ്ഞത് രണ്ടാമൊരു വിജയം. ഒന്നുകിൽ ഞങ്ങൾ ലക്ഷ്യം നേടും, അല്ലെങ്കിൽ ഞങ്ങൾ ഷഹീദാകും. ഇത് രണ്ടും ഞങ്ങൾക്ക് വിജയമാണെന്ന് പറഞ്ഞ രീതിയിൽ ഒരു അർപ്പണ മനോഭാവത്തോടു കൂടെ തന്നെ അവർ സമരരംഗത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ചില സംഭവങ്ങൾ, ഓർമ്മയിലുള്ള ചില സംഭവങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വലിയ അധ്യായങ്ങളാണ്. നമ്മളതിൻ്റെ ഒരു മുക്കും മൂല മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജിൻ്റെ ഒരു പുസ്തകം തന്നെ വരുമ്പോഴാണല്ലോ ഇത്രയും വലിയ സംഭവം നമ്മൾ അറിയുന്നത്. ഇത്ര വലിയൊരു സംഭവമാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കുന്നത് ഈ ഒരു പുസ്തകം കാണുമ്പോഴാണ്. ഇതിൽ ഓരോരുത്തരും ഓരോ പുസ്തകങ്ങളാണ്. ഹുസൈൻ അഹമ്മദ് മദനിയുടെ കാഴ്ചപ്പാടുകളും പ്രവർത്തനങ്ങളും, ഒരു ഫ്രഞ്ച് വനിതയാണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു ഫ്രഞ്ച് രചയിതാവ്, എൻ്റെ ഓർമ്മശാണ് വനിതയാണ്, ആ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ നിലപാടുകളെപ്പറ്റി മാത്രം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇതിൽ ഓരോരുത്തരും ഓരോ പുസ്തകങ്ങളാണ് നമ്മൾ വായിച്ച് പഠിക്കുകയും നമ്മളുടെ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ട ചരിത്രം. അത് അവരെ ഇന്ത ദിക്രി സാലിഹീന തനസ്സലുർ റഹ്മ, അവരുടെ സംഭവങ്ങൾ കേൾക്കുന്നതിൽ തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രവർത്തിക്കാനുള്ള ഊർജ്ജം ഉണ്ടാകും. അല്ലാഹു തആല അത് പഠിക്കാനും പ്രവർത്തിക്കാനും പ്രാവർത്തികമാക്കാനും തൗഫീഖ് തരുമാറാകട്ടെ.